അപ്പോൾ ആടുജീവിതം ഉൾപ്പെടെയുള്ള ഒരുപാട് പുതിയ മലയാള ചിത്രങ്ങൾ ഈ മാസമാണ് ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മമ്മൂക്കയുടെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രമാണ് ടെർബോ എന്ന മലയാള ചിത്രം. ഇത് അത്ര ചെറിയ ചിത്രമൊന്നുമല്ല. ഏകദേശം 70 കോടി രൂപയാണ് ഈ ഒരു ചിത്രത്തിന്റെ ആകെ ബഡ്ജറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ വിജയിക്കണമെങ്കിൽ ഏകദേശം 100 കോടി രൂപയെങ്കിലും ഈ ഒരു ചിത്രത്തിന് മിനിമം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രത്തിന് ഇതുവരെ തിയേറ്ററുകളിൽ നിന്ന് ഏകദേശം 60 കോടി രൂപ മാത്രമേ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ടെർബോ എന്ന ചിത്രത്തിന്റെ ഓൺലൈൻ റിലീസ് ഒരുപാടൊന്നും വൈകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം ആണ്. ആമസോൺ പ്രൈമിലൂടെ സാധാരണ ചിത്രങ്ങളൊക്കെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് ഒരു മാസം പൂർത്തിയാകുമ്പോഴേക്കും ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ടെർബോ എന്ന ചിത്രവും ആമസോൺ പ്രൈമിലൂടെ ഈ മാസം തന്നെ, അതായത് ജൂൺ മാസം ലാസ്റ്റ് വീക്കിലായിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മെയ് മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് വലിയൊരു വിജയമായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു മലയാള ചിത്രമാണ് വിപിൻ ദാസിന്റെ ഡയറക്ഷനിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ പൃഥ്വിരാജും ബേസിൽ ജോസഫൊക്കെയാണ് പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതൊരു നല്ല ഫാമിലി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന് ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം തിയേറ്ററുകളിൽ നിന്ന് 80 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രവും ഈ ജൂൺ മാസം പകുതിയോടുകൂടി തന്നെ, അതായത് ജൂൺ മാസം സെക്കൻഡ് വീക്കിലോ തേർഡ് വീക്കിലോ ആയിട്ടായിരിക്കും ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ചിത്രം ടൊവിനോ തോമസ് നായകനായിട്ട് എത്തിക്കൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന നടികർ എന്ന മലയാള ചിത്രമാണ്. ഈ വർഷം മലയാളത്തിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്നിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ ജൂൺ മാസം സെക്കൻഡ് വീക്കിലോ അല്ലെങ്കിൽ തേർഡ് വീക്കിലോ ആയിട്ട് പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അടുത്തത് വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ ഈ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന വർഷങ്ങൾക്ക് ശേഷം എന്നൊരു ഫീൽ ഗുഡ് മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 80 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, ബേസിൽ ജോസഫ്, നിവിൻ പോളി എന്നിങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് സോണി ലീവ് ആണ്. അപ്പോൾ സോണി ലീവിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജൂൺ മാസം 7-ാം തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നിപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിവിൻ പോളിയുടെ കംബാക്ക് എന്നൊക്കെ പറഞ്ഞ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന മലയാള ചിത്രം. ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു, മോശം റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതൊരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് സോണി ലീവ് തന്നെയാണ്. അപ്പോൾ സോണി ലീവിലൂടെ ഈ ഒരു ചിത്രവും ജൂൺ മാസം തന്നെ, ജൂൺ ലാസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ടെർബോ എന്ന മമ്മൂക്കയുടെ ചിത്രത്തിന്റെ കൂടെ തന്നെ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു മലയാള ചിത്രമാണ് ജിസ് ജോയിയുടെ ഡയറക്ഷനിൽ ബിജു മേനോൻ, ആസിഫ് അലി എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള തലൈവൻ എന്ന ചിത്രം. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം കൂടിയാണ്. ഈ ചിത്രത്തിന് അന്ന് മികച്ച റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് സോൺ ലീവ് തന്നെയാണ് എന്നിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പൃഥ്വിരാജ് ഈ അടുത്ത് ഒരു കൊടൂര വില്ലനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഹിന്ദി ചിത്രമാണ് ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന ചിത്രം. അക്ഷയ് കുമാർ, ടൈഗർ ഷറഫ് എന്നിവരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സാധാരണ ഹിന്ദി ചിത്രങ്ങളെ പോലെ തന്നെ ഇതും ഒരു ദുരന്ത ചിത്രം തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജൂൺ 6-ാം തീയതി തമിഴ് ഉൾപ്പെടെയുള്ള ലാംഗ്വേജുകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ദിലീപ് ഏട്ടന്റെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാള ചിത്രമാണ് പവി കെയർടേക്കർ എന്ന ചിത്രം. ഇതൊരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം അടുത്ത മാസം, അതായത് ജൂലൈ മാസമൊക്കെ ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം ബസിയുടെ ഡയറക്ഷനിൽ പൃഥ്വിരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആടുജീവിതം എന്ന മലയാള ചിത്രമാണ്. മലയാളത്തിൽ നിന്നും ഈ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മികച്ച ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 150 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ്. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ റിലീസിനായിട്ട് നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയാണ്. എന്നാൽ ഇനി ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ റിലീസ് വൈകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ആ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.